എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ് എടുത്തു തീർത്തത്. ഒന്ന് ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാമും മറ്റൊന്ന് സെരംപോർ മിഷണറീസും. രണ്ടുപേരും ഇന്ത്യൻ ജേർണലിസത്തിന് നൽകിയ കോൺട്രിബ്യൂഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി 5 മാർക്കിന് വരാവുന്ന അടുത്തൊരു ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തുകൊണ്ട് ഇത് 5 മാർക്കിന് വരുമെന്ന് ഞാൻ പറയാൻ കാരണം 2-3 രീതിയിൽ ഈ ചോദ്യം വരാം. ഡിസ്കസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് രാജാറാം മോഹൻ റോയ് ടുവേർഡ്സ് ഇന്ത്യൻ ജേർണലിസം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. രാജാറാം മോഹൻ റോയ് നോട്ട് ഓൺലി എ social reformer but also a journalist. Elucidate this statement on the basis of the contribution given by Rajaram Mohan Roy towards Indian journalism. ഇത് മറ്റൊരു ചോദ്യം. Christian missionaries tried to spread Christianity in India, but the main opposition led by Rajaram Mohan Roy with his Vedantic philosophy. Discuss this statement on the view that the contributions given by Rajaram Mohan Roy towards the Indian journalism വെറുതെ ഒന്ന് വളഞ്ഞു മൂക്ക് പിടിക്കുകയാണ്, നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം. എല്ലാ ചോദ്യത്തിൻ്റെയും ബേസ് കണ്ടന്റ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, തീം എന്ന് പറയുന്നത് സെയിം ആണ്. രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ ജേർണലിസത്തിന് നൽകിയ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഇത് ഡയറക്റ്റായിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 3 പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയെന്ന് നമ്മൾ ചർച്ച ചെയ്യും. പക്ഷേ അതിന് നിൽക്കാതെ ഏതെങ്കിലും വഴിക്ക് വളഞ്ഞു പോവുക. ഇനി 2 മാർക്കിനൊരു ചോദ്യം വരാം. അത് പക്ഷേ രാജാറാം മോഹൻ റോയുടെ കോൺട്രിബ്യൂഷൻ ആയിരിക്കില്ല. ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണമായിട്ടുള്ള സമ്പാദ് കൗമുദിയെക്കുറിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രസിദ്ധീകരണമായിട്ടുള്ള മിറാത്ത് ഉൾ അക്ബർ എന്ന പ്രസിദ്ധീകരണത്തെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ബ്രാഹ്മണിക്കൽ മാഗസിൻ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തെക്കുറിച്ചും സെപ്പറേറ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ പ്രസിദ്ധീകരണങ്ങൾ എടുത്ത് ചോദിക്കാം. അപ്പം ഇങ്ങനെ ഏത് മാഗസിൻ ചോദിക്കുമെന്നറിയാത്തത് കൊണ്ട് നമുക്കെപ്പോഴും നല്ലത് രാജാറാം മോഹൻ റോയ് എന്ന് പഠിക്കുമ്പോൾ തന്നെ സമ്പാദ് കൗമുദി, അതുപോലെ തന്നെ മിറാത്ത് ഉൾ അക്ബർ, അതുപോലെ തന്നെ ബ്രാഹ്മണിക്കൽ മാഗസിൻ, ഈ മൂന്നിൻ്റെയും കോൺട്രിബ്യൂഷനും 3നെക്കുറിച്ചും എഴുതാവുന്ന രീതിയിൽ തന്നെ പഠിച്ചു വയ്ക്കുക. രാജാറാം മോഹൻ റോയ് ചൈൽഡ് മാരേജിനെതിരായിരുന്നു, സതിക്കെതിരായിരുന്നു, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നൽകണമെന്ന് പറഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു. കാരണം ഹീ ഈസ് എ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആൻഡ് ഹി അച്ചീവ്ഡ് ദി എക്സാമിനേഷൻ. റിലേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഇന്നത്തെ IAS എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ IASന് തത്തുല്യമായിട്ടുള്ള പരീക്ഷ പാസ്സായിട്ടുള്ള വ്യക്തിയാണ്. ആസ് ഈക്വൽ ആണ്. അന്നത്തെ IAS ഇന്നത്തെ IAS എങ്ങനെയാണോ അതിന് തുല്യമായിട്ടുള്ള പരീക്ഷ പുറത്തു പോയി പഠിച്ച് പാസ്സായത്. കാരണം അദ്ദേഹം ഒരു നോബിൾ ഫാമിലിയിൽ ജനിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൈസ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ തിരുത്തപ്പെടേണ്ടത് തിരുത്തണമെന്നാവശ്യപ്പെട്ട സോഷ്യൽ റിഫോർമറാണ്. അദ്ദേഹം വേദാന്ത ഫിലോസഫി ഇഷ്ടപ്പെട്ടിരുന്ന, ഹിന്ദു മതത്തെ വളരെയധികം താല്പര്യപൂർവ്വം കണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. എന്നിട്ടും അദ്ദേഹം പറഞ്ഞു സതി നിർത്തലാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ റീഫോർമർ എന്ന രീതിയിൽ ഒരു മാറ്റം വേണ്ടെടുത്ത് മാറ്റം കൊണ്ടുവരാനും നിലനിൽക്കുന്ന സമ്പ്രദായത്തെ തുടർച്ചയായി കൊണ്ടുപോകാനും അങ്ങേയറ്റം പരിശ്രമിച്ച വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു പ്രത്യേകതയുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ചൊരു ചോദ്യം വരിക എന്ന് പറയുന്നത് ഒട്ടും അൺഎക്സ്പെക്റ്റഡ് അല്ല, എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനിലേക്ക് കിടക്കാം. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി വിത്ത് ഹിസ് ബംഗാൾ ഗസറ്റ് was definitely the pioneer of Indian journalism. However, considering the content and context of his paper, it is inappropriate to regard him as the father of Indian journalism. ഒരു വിധത്തിൽ നോക്കിയാൽ ആദ്യമായിട്ടൊരു പ്രസിദ്ധീകരണം ആരംഭിച്ചു എന്ന രീതിയിൽ കണക്കാക്കുകയാണെങ്കിൽ ജെയിംസ് അഗസ്റ്റസ് ഹിക്കി എന്ന വ്യക്തി 100% ഫാദർ ഓഫ് ഇന്ത്യൻ ജേർണലിസം എന്നറിയപ്പെടാൻ യോഗ്യതയുള്ള വ്യക്തിയാണ്. പക്ഷെ അന്നത്തെ ഒരു കാലഘട്ടവും അദ്ദേഹം ഇറക്കിയിരുന്ന പത്രത്തിൻ്റെ കണ്ടൻറ്റും നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരിക്കലും നമുക്കങ്ങനെ വിളിക്കാനായിട്ട് സാധിക്കില്ല. ദിസ് ക്രെഡിറ്റ് ഈസ് അക്കോർഡഡ് ടു റാം മോഹൻ റോയ് by most historians including
Nehru. He sponsored many journals, edited them, fought for social reform, and defended criticism leveled against Vedanta philosophy by Christian missionaries. അപ്പോൾ ആ ഒരു കണ്ടൻറ്റ് വൈസ് ഉള്ളത് മാറ്റിവെച്ചാൽ യഥാർത്ഥത്തിൽ ഒരു പത്രപ്രവർത്തകൻ എന്ന് വിളിക്കാവുന്നത്, നെഹ്റു ഉൾപ്പെടെ വിളിക്കുന്നത്, ഒരു ഇന്ത്യൻ ജേർണലിസ്റ്റ് എന്ന് വിളിക്കാവുന്നത് റാം മോഹൻ റോയിയാണ്. കാരണം ക്രിസ്ത്യൻ മിഷണറീസ് വേദാന്ത ഫിലോസഫിയെ കടന്നാക്രമിച്ചപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരികയും ഇവിടെ നിലനിൽക്കുന്ന ഹിന്ദുയിസം എന്ന ആശയത്തെ ഇനിയും പരിഭാവനമായിട്ട് സംരക്ഷിക്കണമെന്ന താല്പര്യം മുൻനിർത്തി വന്ന വ്യക്തിയാണ് റാം മോഹൻ റോയ്. Ram Mohan was born in an aristocratic Bengali family in 1772. He mastered Persian, Arabic, Sanskrit and English. അപ്പം തന്നെ ക്വാളിറ്റി മനസ്സിലാക്കാം. മാസ്റ്റർ ഡിഗ്രിയാണ് 4 വിഷയത്തിൽ, പേർഷ്യനും അറബിക്കും, സാൻസ്ക്രിറ്റ് പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഷയാണ്, ദെൻ വെസ്റ്റേൺ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷും. ഹി ജോയിൻഡ് ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് സർവീസ് ഇൻ 1803. 1803 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്റ്റാഫായിട്ട് അദ്ദേഹം സേവനം ചെയ്തിരുന്ന വ്യക്തിയാണ്. കാരണം ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആണ്, സാൻസ്ക്രിറ്റ് അറിയാം, പേർഷ്യൻ അറിയാം, അറബിക് അറിയാം. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലെല്ലാം ഉണ്ട്. ബംഗാളി ലാംഗ്വേജ് പിന്നെ അദ്ദേഹത്തിന് അറിയുമായിരിക്കുമല്ലോ, അദ്ദേഹം ബംഗാളി ഫാമിലിയിൽ ജനിച്ച ആളാണല്ലോ. ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ഹി ഡിവോട്ടഡ് ഹിസ് ടൈം ടു സോഷ്യൽ റിഫോം. ഈ കമ്പനിയുടെ ജോലി വിരമിച്ചതിന് ശേഷം അദ്ദേഹം പൂർണ്ണമായിട്ടും സാമൂഹിക പരികർത്താവ് എന്ന രീതിയിലേക്ക് ഉയർന്നു വന്ന വ്യക്തിയാണ്. സാരംപൂർ മിഷണറി പബ്ലിക്കേഷൻസ് were bringing out many offensively worded articles on Vedantic religion and rituals. Ram Mohan was determined to give a fitting reply to these attacks, to counter the allegation of the missionaries and to propagate his progressive ideas. He became a publisher and editor. The following newspapers were published by Ram Mohan at various times. അദ്ദേഹം വേദാന്ത ഫിലോസഫിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ക്രിസ്ത്യൻ മിഷണറീസ് നദശികാന്തം ഇതിനെ എതിർക്കാൻ തുടങ്ങിയപ്പോൾ, വേദാന്ത ഫിലോസഫിയെ എതിർക്കാൻ തുടങ്ങിയപ്പോൾ അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ച വ്യക്തിയാണ് ഈ പറയുന്ന രാജാറാം മോഹൻ റോയ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എഡിറ്ററായി 3ഓളം പബ്ലിക്കേഷൻസ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ പുറത്തിറങ്ങിയിരുന്നു. ഫസ്റ്റ് വൺ, സംബാദ് കൗമുദി. ഇറ്റ് ഈസ് എ വീക്ക്ലി ഇൻ ബംഗാളി പബ്ലിഷ്ഡ് ഇൻ ഡിസംബർ 1821. അദ്ദേഹത്തിൻ്റെ വെർണാക്കുലർ ലാംഗ്വേജിൽ തന്നെ, പ്രാദേശിക ഭാഷയിൽ തന്നെ ആദ്യത്തെ പ്രസിദ്ധീകരണം തുടങ്ങി. സംബാദ് കൗമുദി 1821. 18 വേദാന്ത ഫിലോസഫിയെ മോശവൽക്കരിച്ചുകൊണ്ടും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടൊക്കെ ഇവരുടെ ദിഗ്ദർശനം ഇറങ്ങുന്നത്. അതിന് പിന്നാലെ തന്നെ 21 അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണം ആരംഭിച്ചു. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ ഭവാനി ചരൺ ബാനർജി, who later became disenchanted with the progressive idea of Ram Mohan. The Kolkata Journal, edited by James Silk Buckingham, gave ample publicity in its columns to this new Indian project. അപ്പോൾ ഭവാനി ചരൺ ബാനർജിയാണ് ഈ പറയുന്ന സംബാദ് കൗമുദി ആരംഭിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ റാം മോഹൻ റോയ് അതിൻ്റെ എഡിറ്റർഷിപ്പ് ഏറ്റെടുത്ത് അതിലേക്ക് വരികയും റാം മോഹൻ അല്പം കൂടി പ്രോഗ്രസീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. കാരണം വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷേ ഈ പറയുന്ന ഭവാനി ചരൺ ബാനർജി ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇവരുടെ രണ്ടുപേരുടെയും ആശയങ്ങൾ തമ്മിൽ ചേർന്ന് പോവാത്തതിൻ്റെ പേരിൽ അദ്ദേഹം പത്രത്തിൽ നിന്ന് ലെഫ്റ്റ് ആവുകയും റാം മോഹൻ റോയ് അതിൻ്റെ എഡിറ്റർഷിപ്പും അതിൻ്റെ ബാക്കി നേതൃത്വ നിരയിലെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. പോരാതെ ഈ പറയുന്ന ഇന്ത്യൻ പ്രൊജക്റ്റിന്, സംബാദ് കൗമുദിക്ക് വളരെ വലിയൊരു മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ, ഈ പറയുന്ന എൻകറേജ്മെൻറ്റ് ആരുടെ ഭാഗത്തു നിന്നുണ്ടായി? ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാമിൻ്റെ കൽക്കട്ട ജേണൽ വഴി കിട്ടിക്കൊണ്ടിരുന്നു. ആഫ്റ്റർ ദി 13th ഇഷ്യൂ, ദ ബാനർജി ലെഫ്റ്റ് ദ പേപ്പർ ഓൺ അക്കൗണ്ട് ഓഫ് ഡിസഗ്രിമെൻറ്റ് വിത്ത് റാം മോഹൻസ് ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് സതി.
അപ്പോൾ അദ്ദേഹം ഓർത്തഡോക്സ് ആയതുകൊണ്ട് സതീനെ എതിർക്കുന്നതൊന്നും അദ്ദേഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയില്ല. അതിൻ്റെ പേരിൽ റാം മോഹനുമായിട്ട് തെറ്റുകയും, റാം മോഹൻ വളരെ അത്തരം കാര്യങ്ങളിലൊക്കെ പ്രോഗ്രസീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു സതി നിർത്തലാവേണ്ടത് തന്നെയാണെന്ന് പറഞ്ഞു. 13ാമത്തെ ലക്കം പബ്ലിഷ് ചെയ്യുമ്പോഴേക്കും ഇദ്ദേഹം പേപ്പർ വിട്ട് പുറത്തുപോയി. ബാനർജി സ്റ്റാർട്ടഡ് എ റിവൽ വീക്ക്ലി വിച്ച് championed the cause of orthodox Hindu views. Sambat Kaumadi was temporarily stopped in May 1822. It resumed publication later. 1822 ഇതിൻ്റെ പബ്ലിക്കേഷൻ നിർത്തിവെക്കേണ്ടി വന്നു. അതിനുശേഷം പിന്നീട് പെട്ടെന്ന് തന്നെ വീണ്ടും തുടർന്നും വന്നു തുടങ്ങി പ്രസിദ്ധീകരണം. അതിനിടയ്ക്ക് ബാനർജി അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഹിന്ദു ഓർത്തഡോക്സ് മിത്തോളജിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രസിദ്ധീകരണം സ്വന്തമായിട്ട് ആരംഭിച്ചു. മിറാത്ത് ഉൾ അക്ബർ. ദിസ് വാസ് ദി സെക്കൻഡ് ജേണൽ ബ്രോട്ട് ഔട്ട് ബൈ റാം മോഹൻ ഇൻ 1821. 1821 തന്നെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മാഗസിൻ കൊണ്ടുവരികയാണ്, മിറാത്ത് ഉൾ അക്ബർ. അപ്പം തന്നെ മനസ്സിലാക്കാം ബംഗാളി ലാംഗ്വേജിലല്ല. ഇറ്റ് വാസ് എ വീക്ക്ലി ഇൻ പേർഷ്യൻ. അദ്ദേഹത്തിന് പേർഷ്യനിലെ മാസ്റ്റർ ഡിഗ്രി ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിൽ എഴുതാൻ പറ്റി. ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് മുഗൾ എംപയർ. ഇന്ത്യയിലെ വളരെ ശക്തമായിട്ടുള്ള കാലഘട്ടമാണ്. ബാബറും തുടങ്ങി അക്ബർ, ഹുമയൂൺ, ജഹാംഗീർ, ഔറംഗസേബ്, ഷാജഹാൻ ഉൾപ്പെടെയുള്ളവരുടെ ഒരു വലിയ നിര തന്നെ ഭരണം നടത്തിയ മുഗൾ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് അല്ലെങ്കിൽ മുഗൾ ഭരണകാലഘട്ടത്തിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടുള്ള പേർഷ്യൻ ലാംഗ്വേജിലാണ് അദ്ദേഹം എഴുതിയിരുന്നത്. ആൻഡ് പബ്ലിഷ്ഡ് ഓൺ എവ്രി ഫ്രൈഡേ. ഫ്രൈഡേയുടെ പ്രത്യേകത അറിയാം, മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് ഫ്രൈഡേ എന്ന് പറയുന്നത്. ദിസ് വീക്ക്ലി ഡിവോട്ടഡ് സ്പേസ് ടു നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇവൻറ്റ്, തിയോളജിക്കൽ കോൺട്രവേഴ്സീസ് ആൻഡ് ആർട്ടിക്കിൾ ദാറ്റ് കോൾഡ് ഫോർ സോഷ്യൽ റീഫോം ഫൗണ്ട് ദെയർ പ്ലേസ് ഇൻ ദിസ് വീക്ക്ലി. ദി അതോറിറ്റീസ് were disturbed over such article and they feared that the writings against Sati might endanger the tranquility of the society. സൊസൈറ്റിയുടെ നിലനിൽപ്പിന് തന്നെ ദോഷകരമായിട്ട് ബാധിക്കുമെന്നുള്ള തോന്നൽ പലപ്പോഴും ഉണ്ടായി. കാരണം സതി പോലെയുള്ളൊരു അനാചാരമാണെങ്കിൽ കൂടിയും അത് ആ കാലഘട്ടത്തിൻ്റെ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തെ മറികടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതവർക്ക് ചിലപ്പോൾ ആക്സെപ്റ്റബിൾ ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. അപ്പം നിലനിൽക്കുന്ന ഈ ഒരു സമൂഹത്തിൻ്റെ ആ ഒരു നല്ല രീതിയിലുള്ളൊരു പോക്കുണ്ടല്ലോ, ആ പോക്കിന് ചിലപ്പോൾ അത് സാരമായിട്ട് ബാധിക്കും. അങ്ങനെ ബാധിക്കുമെന്നുള്ള തോന്നലിലേക്ക് വരെ കാര്യങ്ങൾ എത്താനായിട്ട് തുടങ്ങി. ഒപ്പം തന്നെ അദ്ദേഹം തിയോളജിക്കൽ കോൺട്രവേഴ്ഷൻ, ദൈവശാസ്ത്രപരമായിട്ടുള്ള പല തർക്കങ്ങൾക്ക് ഏർപ്പെടാനും അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനൊക്കെ അദ്ദേഹത്തിൻ്റെ പേപ്പർ അദ്ദേഹം കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ചു. ഹിസ് റൈറ്റിംഗ് എൻകറേജ്ഡ് ദ ഗവൺമെൻറ് ആൻഡ് led to the enactment of John Adams Vernacular Press Act of 1823. According to this act, every newspaper had to obtain a license from the head of the government under the signature of Chief Secretary. This rule was applied very rigorously. The officials could cancel the license when they found matters trending to bring the government into hatred and contempt. Murat ul Akbar was shut down in 1823 to protest against the Press Regulation Act of 1823. പക്ഷേ ഇദ്ദേഹം വേദാന്ത ഫിലോസഫിയിലൂടെ എതിർക്കുകയും ക്രിസ്ത്യൻ മിഷണറീസിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും ഇംഗ്ലീഷ് റൂളിനെതിരെ പോലും സംസാരിക്കുന്നു എന്നൊരു ഒരു തോന്നൽ വന്നപ്പോൾ അന്നത്തെ നമ്മൾ പറഞ്ഞല്ലോ ആക്ടിങ് ഗവർണർ ജനറൽ ആഡം ജോൺ, അതോ ജോൺ ആഡംസ് ആണോ, ജോൺ ആഡംസ് ആണ്. അദ്ദേഹം ഒരു വെർനാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നു 1823. വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ആക്റ്റാണ് 1823 വെർനാക്കുലർ പ്രസ് ആക്ട്. ഈ ആക്ട് പ്രകാരം ഇന്ത്യയിൽ വെർനാക്കുലർ ലാംഗ്വേജിൽ പ്രസ് നടത്തുന്ന എല്ലാവരും ചീഫ് സെക്രട്ടറി ഒപ്പുവെച്ച ഒരു ലൈസൻസ് മേടിക്കണം. ഈ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഇന്ത്യയിൽ പ്രസ് നടത്താനായിട്ട് അനുവാദമുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്രസ്സിൽ പ്രസിദ്ധീകരിക്കുന്ന കാര്യങ്ങളൊക്കെ ആദ്യം ചീഫ് സെക്രട്ടറിനെ കാണിക്കണം. അദ്ദേഹം വായിച്ചു നോക്കും, ഇത് മോശമായിട്ടുള്ളൊരു കണ്ടൻറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ എന്തു ചെയ്യും? അതിൻ്റെ പ്രസിദ്ധീകരണം സസ്പെൻഡ് ചെയ്ത് കളയും. ഇനി അയാളുടെ കണ്ണ് വെട്ടിച്ച് ആരെങ്കിലും ലൈസൻസ് ഉള്ളവരിത് തെറ്റായിട്ട് പ്രസിദ്ധീകരിച്ചാൽ
ഗവൺമെൻറ്റിനെതിരായിട്ട് കണ്ടംപ്റ്റ് മീൻസ് അപകീർത്തി, നമ്മൾ നേരത്തെ പഠിച്ചാണല്ലോ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. അപ്പോൾ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലോ നിരാകരിക്കുന്ന രീതിയിലോ ജനങ്ങളിൽ വിദ്വേഷം ഉളവാക്കുന്ന രീതിയിലുള്ള കണ്ടൻറ്റ് പബ്ലിഷ് ചെയ്തു എന്നറിഞ്ഞാൽ അപ്പം തന്നെ ലൈസൻസ് കട്ടാവും. ലൈസൻസ് കട്ടായ പിന്നെ പ്രസിദ്ധീകരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് 1823 ഇറങ്ങിയ നിയമത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചതിൻ്റെ പേരിൽ മിറാത്ത് ഉൾ അക്ബർ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം നിർത്തലാക്കുകയും അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തു. മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ മാഗസിനാണ് ബ്രാഹ്മണിക്കൽ മാഗസിൻ. ദിസ് വാസ് എ മന്ത്ലി പബ്ലിഷ്ഡ് ഇൻ ഇംഗ്ലീഷ് ടു കൗണ്ടർ ദി മിഷണറീസ് പ്രൊപ്പഗാൻഡ അഗെയിൻസ്റ്റ് ദി വേദാന്തിക് ഫിലോസഫി. ഇതിലാണ് അദ്ദേഹം ശക്തമായിട്ട് വേദാന്തിക് ഫിലോസഫിയെ സപ്പോർട്ട് ചെയ്യുകയും ക്രിസ്ത്യൻ മിഷണറീസ് പറയുന്നതിനെ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്തത്. ദി എഡിറ്റേഴ്സ് നെയിം വാസ് ഗിവൺ ആസ് ശിവപ്രസാദ് ശർമ്മ, ഹൂ വാസ് എ സ്കോളർ ആൻഡ് ഫ്രണ്ട് ഓഫ് റാം മോഹൻ. ഇതിൻ്റെ എഡിറ്റർ റാം മോഹൻ്റെ പേരിലല്ല കൊടുത്തിരുന്നത്, ശിവപ്രസാദ് ശർമ്മ എന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ പേരാണ് അദ്ദേഹം കൊടുത്തിരുന്നത്. 12 issues of this magazine appeared later. A regular periodical in English and Bengali titled Brahmanical Sevadi was started by Roy. അപ്പോൾ 12 എഡീഷനാണ് ഈ പ്രസിദ്ധീകരണം ഇറങ്ങിയുള്ളൂ. എഡീഷനല്ല, 12 ഇഷ്യൂ മാത്രമേ ഇറങ്ങിയുള്ളൂ, ലക്കങ്ങൾ മാത്രമേ ഇറങ്ങിയുള്ളൂ. അതിനുശേഷം ഒരു പീരിയോഡിക്കലായിട്ട് മാറി ഇംഗ്ലീഷിലും ബംഗാളിയിലും ടൈറ്റിൽ ചെയ്തുകൊണ്ട് ബ്രാഹ്മണിക്കൽ സേവതി എന്ന പേരിൽ റാം മോഹൻ റോയ് ഈ പ്രസിദ്ധീകരണം തുടർന്നുകൊണ്ടുപോയി. ത്രൂ ദി അബവ് ജേർണൽസ് റാം മോഹൻ endeavored to counter the accusations of the missionaries on the one hand and to form public opinion in favor of social reform on the other hand. ഈ പറഞ്ഞ 3 മാഗസിനുകളിലൂടെ ഇനി അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാണ്. എന്താണ് അദ്ദേഹം ചെയ്ത 3 പ്രസിദ്ധീകരണങ്ങൾ നടത്തി, പക്ഷെ അതല്ലാതെ അതിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളത് വിവരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ത്രൂ ദിസ് ജേർണൽസ് അദ്ദേഹം ചെയ്തത് ഒരു സൈഡിലൂടെ വേദാന്ത ഫിലോസഫിയെ സംരക്ഷിക്കുകയും ക്രിസ്ത്യൻ മിഷണറീസിനെ എതിർക്കുകയും ചെയ്തു. അപ്പുറത്തെ സൈഡിലൂടെ വേദാന്ത ഫിലോസഫിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, സോഷ്യൽ റീഫോംസ്, അതിനനുബന്ധമായിട്ടുള്ളത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. This publication marked the real beginning of journalism in India as they were addressed to Indians in their own language. ഇതാണ് ശരിക്കും ഇന്ത്യൻ പ്രസിദ്ധീകരണം എന്ന് വിളിക്കാവുന്നത്. കാരണം ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാം ഇന്ത്യക്ക് വേണ്ടി എഴുതിയെങ്കിലും എഴുതിയത് ഇംഗ്ലീഷിലാണ്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ലാംഗ്വേജിൽ എഴുതുന്നത്. അത് തന്നെയാണ് റാം മോഹൻ റോയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കണക്കാക്കപ്പെടുന്നു. റാം മോഹൻ യൂസ്ഡ് ഹിസ് ജേർണൽ ടു അപ്പീൽ ഹിസ് കൺട്രിമെൻ ടു ഫ്രീ ദംസെൽവ്സ് ഫ്രം സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ്. He also appealed to people to discard the rigidities of caste, to acquire modern knowledge and to cultivate a sense of industry. He demanded that authorities should open schools to impart modern education. അപ്പം അദ്ദേഹം ഒരു സൈഡിലൂടെ വേദാന്തിക് ഫിലോസഫിയെ സപ്പോർട്ട് ചെയ്ത് ക്രിസ്ത്യാനിറ്റിയെ എതിർത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന റിലീജിയസ് ബിലീഫിൽ തന്നെ ചില സൂപ്പർസ്റ്റീഷ്യസ് ബിലീഫ്സ്, അബദ്ധവിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങളുണ്ട്. അത് മാറ്റണമെന്ന് അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറില്ല. അതുപോലെ കാസ്റ്റ് റിജിഡിറ്റി, അതുപോലെ അദ്ദേഹം പറയുന്നു നിങ്ങൾ മോഡേൺ എഡ്യൂക്കേഷൻ അക്വയർ ചെയ്യൂ, അതിലൂടെ ഒരു ഇൻഡസ്ട്രി സെൻസ് കൾട്ടിവേറ്റ് ചെയ്തെടുക്കുക. ഒപ്പം തന്നെ സ്കൂളുകളിൽ മോഡേൺ എഡ്യൂക്കേഷൻ, അതായത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നടപ്പിലാക്കുക. കാരണം അദ്ദേഹം മോഡേൺ എഡ്യൂക്കേഷൻ നേടിയൊരു വ്യക്തിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. റാം മോഹൻ വാസ് എസെൻഷ്യലി എ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോമർ. ഹി വാസ് ഇൻസ്ട്രുമെൻ്റൽ ആൻഡ് in persuading the British authorities to enact the prohibition of sati in December 1829. He promoted English education and founded schools to provide modern education. The Brahma Samaj, founded by him, continued to be a forum for social reforms. Ram Mohan passed away on September 27, 1833 at Bristol in England.
അപ്പം അദ്ദേഹം ഇതൊക്കെ ആവശ്യപ്പെടുക മാത്രമല്ല, അദ്ദേഹത്തിനാൽ കഴിയും വിധം ഇതൊക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും 1829 സതി നിർത്തലാക്കിച്ചു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ കൊണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിച്ച് മോഡേൺ എഡ്യൂക്കേഷൻ കൊടുത്തു. അത്തരം പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിന് വേണ്ടി ബ്രഹ്മസമാജ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് തുടക്കം കുറിച്ചു. അവസാനം 1833 അദ്ദേഹം ഇംഗ്ലണ്ടിൽ വെച്ച് മരണമടയുകയും ചെയ്തു. റാംമോഹൻ റോയ് was a great visionary who wanted to synthesize the best elements of the East and the West. His relentless effort for social and religious reforms led to an awakening in India. Similarly, his pioneering effort in journalism were a springboard for the later expansion of the press in India. However, he was a sympathizer of British rule in India. He was of the belief that the British rule was good for the country. അദ്ദേഹം ഇംഗ്ലണ്ടിലെ അല്ലെങ്കിൽ വെസ്റ്റേൺ സൈഡിലെ നല്ല വശങ്ങളെയും ഈസ്റ്റേൺ സൈഡിലെ നല്ല വശങ്ങളെയും ഏകീകരിച്ചുകൊണ്ട് ഒരു നല്ല സിസ്റ്റം ഇവിടെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. ഒപ്പം തന്നെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് റൂൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നു, ഇന്ത്യക്കാരെ ഭരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നന്നായിരിക്കുക വെസ്റ്റേണേഴ്സ് ഇന്ത്യൻസിനെ ഭരിച്ചാൽ അവരുടെ കൾച്ചർ, അവരുടെ രീതികൾ, അവരുടെ എഡ്യൂക്കേഷൻ ഒക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് ബ്രിട്ടീഷ് രീതിയാണ് ഇവിടെ വേണ്ടത്, ബ്രിട്ടീഷ് ഭരണമാണ് ഇന്ത്യക്ക് നല്ലത് എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് റാംമോഹൻ. ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ എതിർപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ളൊരു എതിർപ്പ് ഇന്ത്യക്കാർക്കുണ്ടായിരുന്നു. ബാക്കി എല്ലാത്തിലും ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം നിലകൊണ്ടത്. പ്രസ് ആൻഡ് ദി ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയിലെ പ്രസ് നിർണയിച്ച അല്ലെങ്കിൽ പ്രസ്സിനുണ്ടായിരുന്ന റോൾ എത്രത്തോളമാണെന്നുള്ളതാണ്. ദ വിക്ടറി ഓഫ് ദി ബ്രിട്ടീഷ് ഇൻ ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ 1757 ഇൻ ബംഗാൾ പ്രൊവിൻസ് marked the real beginning of the British domination in India. From then on, the British merchant gradually became the real rulers in large part of the subcontinent. They annexed one kingdom after another. Lord Dalhousie's policy of annexation by the doctrine of lapse created awful discontent among the Indian princes as it forced many of their dependents into unemployment. 1757 ബാറ്റിൽ ഓഫ് പ്ലാസി, 1756 ബാറ്റിൽ ഓഫ് ബക്സാർ. ഈ രണ്ട് യുദ്ധങ്ങളാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്തെ, ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിലേക്ക് പിടിച്ചു കൊണ്ടുവന്നു. അതുവരെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഭരണം കൈയാളിയിരുന്നത്. 1757 ജയത്തോടു കൂടി അവർ തീരുമാനിക്കുകയാണ് ഇന്ത്യയുടെ ഭരണം പൂർണ്ണമായിട്ടും ഏറ്റെടുക്കണം. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ തിരിച്ചു വിളിക്കുകയാണ്, മതി നിങ്ങളുടെ സേവനം നിർത്തിക്കോ, തിരിച്ചു പോരെ. അവർ തിരിച്ചു വരികയും ഇംഗ്ലണ്ടിൻ്റെ വൈസ്രോയ് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ കിങ് ആരാണോ അദ്ദേഹത്തിന് സർവാധികാരം കിട്ടുകയും അദ്ദേഹം ഒരു ഗവർണർ ജനറൽ വൈസ്രോയിയെ നിയമിക്കാൻ തയ്യാറാവുകയും ചെയ്യുകയാണ് ഇന്ത്യയിലെ ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി. അപ്പോൾ ഇവിടെയുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡ്വാൻറ്റേജ് അല്ല, ശരിക്കും ബ്രിട്ടന് കിട്ടിയൊരു മേൽക്കൈ എന്ന് പറയുന്നത് അവർക്ക് പണി പരമാവധി എളുപ്പമായി. കാരണം നാട്ടുരാജ്യങ്ങൾ ഓരോന്നായിട്ട് അവർ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു രാജാവുമായിട്ട് യുദ്ധം ചെയ്യും, അത് ഇവരുടെ കിങ്ഡത്തോട് കൂട്ടിച്ചേർക്കും, പിന്നീട് അതറിയപ്പെടുക ബ്രിട്ടീഷ് ഇന്ത്യ എന്ന പേരിലാണ്. ഈ സമയത്താണ് ലോർഡ് ഡൽഹൌസി ഇന്ത്യയിലേക്ക് വരുന്നത്. അദ്ദേഹം ഒരു പുതിയ പദ്ധതി രൂപകൽപ്പന ചെയ്തു. അതിൻ്റെ പേരാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് പറയുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭരണാധികാരി, നാട്ടുരാജ്യത്തിൻ്റെ ഭരണാധികാരി ആൺമക്കളില്ലാത്തതിൻ്റെ പേരിൽ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ കിങ്ഡം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കും. പെൺമക്കൾക്ക് അത് ഭരിക്കാനുള്ള അവകാശമില്ല. അപ്പോൾ അവിടെ ഒരു ലാപ്സ് വരാണ്. അല്ലെങ്കിൽ ഒരാളെ അധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുൻപ് രാജാവ് മരിച്ചാൽ ലാപ്സായി, അപ്പോൾ അത് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കായി. ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർക്ക് മനസ്സിലായി, പതിയെ നമ്മുടെ നാട്ടുരാജ്യം ഇവർ പിടിച്ചെടുക്കുമെന്നുള്ളത് ബോധ്യപ്പെടാൻ തുടങ്ങി.
The various events pursued by the company had completely shattered the social fabric in the country. Open criticism of Hinduism by Christian missionaries, prohibition of sati, widow remarriage legislation, prohibition of the disinheriting of a Hindu upon conversion to Christianity, all combined to cause ordinary Hindus to fear that their religion was in danger, and attempts are being made to force their conversion to Christianity. These reasons, along with a host of offensive regulation act by the company, set the general mood of the uprising. അപ്പോൾ യുദ്ധം തുടങ്ങാനുണ്ടായ പ്രധാന കാരണങ്ങളിൽ ചിലതാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് ക്രിസ്ത്യാനിറ്റിയുടെ മറവിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ നിഴലിൽ ഹിന്ദുയിസത്തെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നത്. രണ്ട്, ലാർജ് സ്കെയിൽ കൺവേർഷൻ ടുവേർഡ്സ് ക്രിസ്ത്യാനിറ്റി, ഹിന്ദുക്കളെ കൂടുതലായിട്ട് മതപരിവർത്തനം നടത്തുന്നു. മറ്റൊന്ന്, അവർ നിലനിർത്തിക്കൊണ്ടുവന്നിരുന്ന അവരുടെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ആചാരമാണെങ്കിലും സതി നിർത്തലാക്കി. വിഡോസിനെ റീമാരേജ് ചെയ്യാനായിട്ടുള്ള ലെജിസ്ലേഷൻ കൊണ്ടുവന്നു. ഇങ്ങനെ നിലനിൽക്കുന്ന സമ്പ്രദായങ്ങളെ ഒന്നൊന്നായിട്ട് തകർക്കുകയും ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന പുതിയൊരു വിഭാഗത്തെ ഇവിടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരാനും അതിലേക്ക് ലാർജ് സ്കെയിലിൽ കൺവേർഷൻ നടത്തുന്ന ഈ രീതിയും വളരെ ശക്തമായിട്ട് എതിർക്കപ്പെടേണ്ടതാണെന്ന് ഇന്ത്യൻസിന് തോന്നലുണ്ടാവാൻ തുടങ്ങി. The anger of the Indian sepoy employed in the company forces fueled the revolt. The British army officers offended the religious and caste sentiment of both Hindus and the Muslims by the changes they brought about in the army. This was the immediate cause of the revolt. നമുക്കറിയാവുന്ന ചരിത്രമാണ്. ഇന്ത്യൻ മിലിറ്ററിയിലാണ് ആദ്യമായിട്ട് റിവോൾട്ട് പൊട്ടിപ്പുറപ്പെടുന്നത്. കാരണം സിപ്പോയ് മ്യൂട്ടണി എന്നാണ് അവർ കളിയാക്കി വിളിക്കുന്നത്. ഇന്ത്യൻ സൈനികരെയൊക്കെ അവർ കളിയാക്കി പറഞ്ഞിരുന്നത് സിപ്പോയ്സ് എന്നാണ്, ശിപ്പായിമാർ, ഏറ്റവും താഴ്ന്ന റാങ്ക് മാത്രമാണ്. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന തോക്കിൻ്റെ ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കുന്ന വെടിയുണ്ട, അതിനെ കവറപ്പ് ചെയ്തിരുന്ന സാധനം കടിച്ചു പൊട്ടിക്കണം. അതിൽ പോർക്കിൻ്റെയും പശുവിൻ്റെയും നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സീപ്പോയ്സിൽ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസും ഒന്നുകിൽ ഐദർ ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം. അപ്പം എന്താ പ്രശ്നം? മുസ്ലിംസിന് പന്നി, പോർക്ക് ഹറാമാണ്. സോ പോർക്കിൻ്റെ നെയ്യ് അതുമേ പുരട്ടിയിട്ടുള്ളത് അവർക്ക് കടിക്കാൻ പറ്റില്ല. രണ്ടാമത്തേത് ഹിന്ദുസാണ്, അവർക്ക് പശു എന്ന് പറയുന്നത് ദൈവമാണ്. ആ പശുവിൻ്റെ നെയ്യ് പുരട്ടിയിട്ടുള്ളത് കടിച്ച് പൊട്ടിച്ച് അത് ഇത്തരമൊരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവർക്കത് ഒരു റിലീജിയസ് സെൻറ്റിമെൻറ്റ് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. സോ അതുകൊണ്ട് രണ്ട് കൂട്ടരുടെയും സെൻറ്റിമെൻറ്റ്സിനെ ഒരുപോലെ എതിർക്കുന്നതായി ഈ പുതിയ സൈനിക നിയമം എന്ന് പറയും. അതിനെതിരെയാണ് യുദ്ധം അല്ലെങ്കിൽ ആദ്യമായിട്ട് റിവോൾട്ട് പൊട്ടിപ്പുറപ്പെട്ടത്. The 1857 uprising was largely confined to northern India. Delhi was the center of the action, followed by Lucknow and Kanpur. Mutiny started on May 10th in Meerut, followed by Delhi in May 11th. Sepoys, after massacring the British officers in Meerut, marched to Delhi and captured the city. Nearly 1 lakh sepoys who rose up against the British army went to Delhi and requested Bahadur Shah Zafar, the last Mughal, to lead them. Bahadur Shah immediately issued a proclamation urging the people of India to end the tyranny and oppression of the British. അപ്പോൾ 1857 മെയ് 10 മീററ്റിലാണ് സിപ്പോയ് മ്യൂട്ടണി പൊട്ടിപ്പുറപ്പെട്ടത്. ഏകദേശം 1 ലക്ഷത്തോളം സിപ്പോയ്സ് പങ്കെടുത്തു. അവർക്ക് പക്ഷേ ലീഡ് ചെയ്യാനായിട്ടൊരു നേതൃത്വ നിരയിലേക്ക് ഒരു ആളെ കിട്ടാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. മംഗൾ പാണ്ഡയെ പോലെയുള്ള ശക്തരായിട്ടുള്ള സൈനികരൊക്കെ യുദ്ധത്തിൽ റിവോൾട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തെങ്കിലും അവർക്ക് നേതൃത്വം കൊടുക്കാൻ അവർ ബഹദൂർ ഷാ
സഫർ എന്ന് പറയുന്ന അവസാന മുഗൾ എംപററിനെ വിളിച്ചു കൊണ്ടുവന്നു. അദ്ദേഹം എല്ലാ ഇന്ത്യക്കാരോടുമായിട്ട് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. നിങ്ങളെല്ലാവരും ബ്രിട്ടനെതിരായിട്ട് ഈ സമരത്തിൽ പങ്കുചേരണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ മീററ്റിൽ വെച്ച് ഒരുപാട് ബ്രിട്ടീഷ് ഓഫീഷ്യൽസിനെ കൊല ചെയ്തതിന് ശേഷം പട്ടാളക്കാർ മാർച്ച് ചെയ്ത് ഡൽഹി വരെ വരികയും ഡൽഹി ക്യാപിറ്റൽ സിറ്റി, അന്നത്തെ ക്യാപിറ്റൽ സിറ്റി അല്ല, പക്ഷെ ഡൽഹി പിടിച്ചെടുത്ത് അവർ ഇന്ത്യയെ പിടിച്ചെടുത്തു എന്ന് അവകാശപ്പെടുകയും ചെയ്തു. Indian press during the period was limited to certain pockets, namely Calcutta, Bombay, Madras, Pune and few other cities. The Indian initiative in language journalism began by Ram Mohan Roy spread to several cities. Indian language newspaper, although limited in number, reflected and strengthened popular sentiment. അന്നത്തെ കാലഘട്ടത്തിൽ 1857 കാലഘട്ടത്തിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ പ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ. വെർനാക്കുലർ ലാംഗ്വേജിൽ വളരെ ലിമിറ്റഡ് ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ റാം മോഹൻ റോയ് തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനം ഏറ്റെടുക്കാനും ഇത്തരത്തിൽ വെർനാക്കുലർ ലാംഗ്വേജിൽ പ്രസ് ആരംഭിക്കാനും ഒരുപാട് പേര് മുന്നിട്ടിറങ്ങുകയും അവർ ഈ പോപ്പുലർ സെൻറ്റിമെൻറ്റിനെ, നമ്മൾക്ക് ഇത്തരത്തിലൊരു അടിമത്തം നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാനായിട്ട് അവർ മാക്സിമം ശ്രമിച്ചു. While the revolt in progress, the British government promulgated a new act in June 13, 1857 to regulate the establishment of printing presses and to restrain the circulation of printed books and papers. This act required license for maintaining printing presses. It prohibited the publishing of any matter designed to create chaos or inspire hatred of the British among the Indians. The first victim of this act included Bengal Harkaru, owned by Dwarkanath Tagore, Paim-e-Azadi, a newspaper published in Hindi and Urdu, Hindu Patriot and a few other newspapers supported the revolt. അപ്പോൾ റിവോൾട്ടിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്ന ഈ പറയുന്ന ബംഗാൾ ഹർക്കാരു, അതുപോലെ തന്നെ പായിം-ഇ-ആസാദി, അതുപോലെ മറ്റൊരു പേപ്പറാണ് ഹിന്ദു പാട്രിയോട്ട്. ഈ 3 പത്രങ്ങളും ശക്തമായിട്ടുള്ള സെൻസർഷിപ്പ് ഏർപ്പെടുത്തുകയും അവരുടെ ലൈസൻസ് കട്ടാവുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ പോവുകയും ചെയ്തു. ന്യൂസ് പേപ്പേഴ്സ് സച്ച് ആസ് സമാചർ, സുധാവർഷൻ, ദൂർബീൻ, സുൽത്താൻ അൽ അക്ബർ etc. faced trial in 1857 for urging people to drive out the British. ബ്രിട്ടീഷിനെതിരായിട്ട് എഴുതിയതിൻ്റെ പേരിൽ പല പത്രങ്ങളും വിചാരണ നേരിടേണ്ട സാഹചര്യം വരെ അന്ന് ഇന്ത്യയിലുണ്ടായി. The uprising was ruthlessly suppressed by the British. The sepoys had no unified plan of action and strategy. Within a few months, the British gained complete control over the situation. The Mughal Emperor Bahadur Shah was 82 years old and the leadership was one of the principal reason for the failure of the mutiny. മ്യൂട്ടണിയൊക്കെ ശക്തമായിട്ട് അടിച്ചൊതുക്കി. ശിപായികളുടെ സമരത്തെ ബ്രിട്ടൻ ശക്തമായിട്ട് അടിച്ചൊതുക്കി. അതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ്. ഒന്ന്, സിപ്പോയ്സിനിടയിൽ ഒരു യൂണിറ്റി ഉണ്ടായിരുന്നില്ല. അവർക്കിടയിൽ തന്നെ ഹിന്ദു മുസ്ലിം എന്നുള്ള ഈ ഒരു തരത്തിലുള്ള വേർതിരിവും, അതുപോലെ തന്നെ ഇവർക്കൊരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നില്ല, തന്ത്രം ഉണ്ടായിരുന്നില്ല. എങ്ങനെ ബ്രിട്ടനെ മറികടക്കണം, ഏത് രീതി ഉപയോഗിക്കണം, ഇതിനെക്കുറിച്ചൊന്നും അവർക്ക് വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഏറ്റവും വലിയ പോരായ്മ അവരുടെ ലീഡറായിട്ടുള്ള ബഹദൂർ ഷാ എന്ന് പറയുന്ന വ്യക്തി 82 വയസ്സായ വൃദ്ധനാണ്. അദ്ദേഹത്തിന് ഇവരെ ശക്തമായിട്ട് ലീഡ് ചെയ്യാനോ ബ്രിട്ടനെതിരെ പോരാടാനോ കഴിവുള്ളൊരു വ്യക്തിയായിരുന്നില്ല. While the uprising was in progress, the press was issuing statements of highly provocative nature. The British press, as Anglo-Indian press, began to publish articles describing the sepoys as rascals and termed every Hindu and Muslim as a rebel, traitor and murderer. അപ്പം അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന പല ബ്രിട്ടീഷ് പത്രങ്ങളും എന്ത് ചെയ്യാൻ തുടങ്ങി? ഇന്ത്യക്കാരെ വിമർശിച്ചുകൊണ്ട് ഇന്ത്യൻ മുസ്ലിംസും ഇന്ത്യൻ ഹിന്ദുസും റാസ്കൽസ് ആണെന്നും അതുപോലെ തന്നെ കൊലയാളികളും തീവ്രവാദികളും മതഭ്രാന്തന്മാരാണെന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അവരെ വിമർശിച്ചുകൊണ്ട് പത്രത്തിൽ എഴുതാൻ തുടങ്ങി.
the British press exhorted the government to act sternly against the erring Indians. On the other hand, the Indian press exhorted the countrymen to further the revolutionary activities. Several manuscripts were distributed to incite people to rebellion. അപ്പോൾ ബ്രിട്ടീഷ് പത്രങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഇന്ത്യക്കാരെ വിമർശിച്ചപ്പോൾ ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള വെർണാക്കുലർ പ്രസ്സുകൾ ചില പാംലെറ്റ്സും ലീഫ്ലെറ്റ്സും വിതരണം ചെയ്തും അവരുടെ പത്രത്തിലൂടെ എഴുതിയുമൊക്കെ സിപ്പോയ് മ്യൂട്ടണിയെ സപ്പോർട്ട് ചെയ്യുകയും ഇത് ഇന്ത്യയുടെ ആവശ്യമാണ് എന്നുള്ള രീതിയിൽ ജനങ്ങളെ പ്രബോധിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. The uprising took the British administration by surprise. The rulers wanted to put to an end the passionate press functioning in the several parts of the country. A series of press acts were promulgated by the British in order to prevent repetition of the upheaval. Several Indian editors were persecuted for publishing seditious articles. അപ്പോൾ ബ്രിട്ടൻ ഒരു കാര്യം മനസ്സിലായി, ഈ അപ്രൈസിങ് അടിച്ചൊതുക്കിയതുകൊണ്ട് മാത്രം കാര്യമായില്ല. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പലരും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ഇന്ത്യൻ പ്രസ് ഫ്രീഡത്തിന് വേണ്ടിയിട്ടും ശക്തമായിട്ട് പോരാടുന്നുണ്ട്. ഇവരുടെ ഈ പോരാട്ടം അവസാനിപ്പിക്കാൻ പറ്റണം. അതിനുവേണ്ടി ശക്തമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഇനിയൊരു അപ്രൈസൽ ഉണ്ടാവാതെ പിടിച്ചു നിൽക്കാനായിട്ട് ബ്രിട്ടന് സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവുണ്ടായപ്പോൾ ബ്രിട്ടൻ പുതിയ പ്രസ് ആക്റ്റുകൾ കൊണ്ടുവരികയും അതിൻ്റെ മറവിൽ ഇന്ത്യയിൽ പത്രം നടത്തുന്ന എഡിറ്റേഴ്സിനെയും ജേർണലിസ്റ്റുകളെയൊക്കെ പിടിച്ച് ജയിലിൽ അടയ്ക്കുകയും അവരെ ട്രയൽ ചെയ്ത് അവരെ ഒരുപാട് കാലം ജയിലിൽ വയ്ക്കുകയും ചെയ്തു. According to an estimate by Nadi Krishnamurthy in his work Indian Journalism, out of 35 popular publications in 1853, only 6 were found surviving after the 1857 uprising. നാദി കൃഷ്ണമൂർത്തിയുടെ കണക്ക് പ്രകാരം 35ഓളം പബ്ലിക്കേഷൻസ് 1853 ഉണ്ടായിരുന്നു. പക്ഷെ 57 ആയപ്പോഴേക്കും അപ്രൈസിങ് കഴിഞ്ഞപ്പോഴേക്കും വെറും 6 എണ്ണമായിട്ടത് ചുരുങ്ങി. അപ്പോൾ പ്രസ്സിൻ്റെ ആ ഒരു കാലഘട്ടത്തിലെ ഇമ്പാക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അവർ നൽകിയ നേതൃത്വത്തെക്കുറിച്ച് അവരുടെ കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ടുള്ള കൺക്ലൂഷനാണ് ഇനി. ദി 1857 uprising and its suppression accelerated a national awakening. The event led to the formation of Citizens Association comprising teachers and lawyers and other sections of the English educated. 1857 സമരം അവരടിച്ചൊതുക്കി. പക്ഷേ ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്കാർക്കൊരു പുതിയ ആശയം കിട്ടി. തങ്ങൾ അടിമത്തത്തിലാണ്, സ്വതന്ത്രരാക്കപ്പെടേണ്ടവരാണ് എന്നുള്ള തിരിച്ചറിവ് ഇന്ത്യൻസിനുണ്ടായി. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഒരു സിറ്റിസൺസ് അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതിൽ ടീച്ചേഴ്സും ലോയേഴ്സും ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ വന്ന് ജോയിൻ ചെയ്യുകയും ചെയ്തു. The post-uprising period saw the emergence of many journals and publications in several parts of the country promoting national feeling. 150th anniversary of the First War of Independence was celebrated by the Indian government in 2007 with a series of programs all around the country. 2007 രാജ്യവ്യാപകമായിട്ട് 150ാമത്തെ വാർഷികം. സിപ്പോയ് മ്യൂട്ടണി പരാജയപ്പെട്ടെങ്കിലും സിപ്പോയ് മ്യൂട്ടണി പകർന്നു തന്ന ഊർജവും ആവേശവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മുതൽക്കൂട്ടാവുകയും അതിലൂടെ നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുക്കുകയും ചെയ്തതുകൊണ്ട് അതൊരു വലിയ കോൺട്രിബ്യൂഷനായിട്ട് കണ്ട് അല്ലെങ്കിൽ അതൊരു വലിയ സംരംഭമായിട്ട് കണ്ട് സിപ്പോയ് മ്യൂട്ടണി എന്ന് അവർ കളിയാക്കി വിളിച്ചിട്ടും നമ്മൾ പറയുന്നത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് തന്നെയാണ്. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം അതതിൻ്റെ പ്രാധാന്യം അർഹിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ 150ാം വാർഷികം 2007 പ്രൗഢഗംഭീരമായിട്ടുള്ള പരിപാടികളോടുകൂടി നമ്മൾ ആഘോഷിച്ചിരുന്നു. അപ്പോൾ അന്ന് പ്രസ് കൊടുത്ത ആ ഒരു എനർജി ഇത്രയധികം ബുദ്ധിമുട്ടിച്ചിട്ടും പ്രസ് ആക്റ്റുകൾ കൊണ്ടുവന്നിട്ടും അവർ ശക്തമായിട്ട് സമരത്തിനോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതുകൊണ്ടാണ് അങ്ങനെ ഒരു സമരമുണ്ടായതും പരാജയപ്പെട്ടെങ്കിലും അത് പുതിയ നേതൃത്വങ്ങൾ ഉണ്ടായി വരുന്നതിന് സഹായകരമാവുകയും ചെയ്തു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഇന്ത്യ കണക്കാക്കുന്നത്. ഇനി ഇതിനകത്ത് ഒരു ചെറിയ പാരഗ്രാഫ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ദി ലാസ്റ്റ് മുഗൾ എന്ന് പറഞ്ഞിട്ട് വില്യം ഡാരംപ്ലി എന്ന് പറയുന്ന റൈറ്റർ എഴുതിയ ഒരു പുസ്തകത്തെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്.
നിങ്ങളുടെ അറിവിലേക്കായിട്ട്, എക്സ്റ്റേണൽ അറിവിലേക്കായിട്ട്, എക്സ്ട്രാ നോളജിനായിട്ട് തന്നിരിക്കുന്നതാണ്. വായിച്ച് നോക്കണം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ വാർ കഴിഞ്ഞതിന് ശേഷമുള്ള പോസ്റ്റ് ഫ്രീഡം മൂവ്മെൻറ്റ് ആൻഡ് പ്രസ് എന്ന് പറയുന്ന ഒരു ഭാഗം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കടന്നുവരവ്, അതിലൂടെ വന്ന പല പത്രങ്ങൾ, അതുപോലെ തന്നെ ഫസ്റ്റ് വേൾഡ് വാർ, അതിനുശേഷം ഗാന്ധിജി എന്ന് പറയുന്ന വ്യക്തി കടന്നു വരികയും അദ്ദേഹത്തിൻ്റെ ഒരു നേതൃത്വം എങ്ങനെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിച്ചതെന്നും അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന ന്യൂസ് ഏജൻസീസ്, അതുപോലെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, അത് ഈ പറയുന്ന ഗാന്ധിയുടെ കടന്നുവരവും ഒപ്പം തന്നെ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ ട്രാൻസിഷൻ ടു ഇൻഡിപെൻഡൻസ്, ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുന്നതും ആ സ്വാതന്ത്ര്യം വരെയുള്ള കാലഘട്ടമാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാനായിട്ട്, നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.